അപ്പോൾ നമ്മൾ എല്ലാവർക്കും ആദ്യമേ വെൽക്കം ടു എവരിബഡി ടു മൈ ടീച്ചിങ് ക്ലാസ്സസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ സെക്ഷനിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഒറിജിനോ അല്ലെ ഡിസ്കവറിയോ ഒന്നും പോകുന്നില്ല. കാര്യം നമ്മളെ വളരെ എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിപ്പം ക്ലാസ് ചെയ്യുന്നത്. അപ്പം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള സംഭവമാണ്. അതൊക്കെ ഒരു പ്രിഫേസ് പോലെ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അത് വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് എസെൻഷ്യലായിട്ടുള്ള കാര്യത്തിലോട്ട് അങ്ങോട്ട് നീങ്ങാം. അപ്പം ആദ്യമേ തന്നെ ഇതിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് മാറ്റാം. ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും ഒന്ന് സോഫ്റ്റ്വെയറും. അപ്പം ഹാർഡ്വെയർ പാർട്സ് എന്നുള്ളതിന് നിങ്ങൾക്കൊരു ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ സഹിതം എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അതിന് ഉദാഹരണമായിട്ട് നിങ്ങളിപ്പം ഒരു പാട്ട് കേൾക്കുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാട്ടിനെ തൊടാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ പാട്ട് നിങ്ങൾ അനുഭവിച്ചറിയുകയാണ്. പാട്ട് കേട്ട് അതിൽ ലയിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് തൊടാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. അത് നിങ്ങൾക്ക് എന്താണോ ചെയ്തു തരുന്നത് അതിൽ കൂടി നിങ്ങൾക്കത് അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പെൻഡ്രൈവ് കുത്തിയാണ് ഈ പാട്ട് കേട്ടതെന്ന് വെച്ചോ, ഏതെങ്കിലും ഒരു ഡിവൈസിൽ, ഒരു മ്യൂസിക്കൽ ഡിവൈസിൽ ഒരു പെൻഡ്രൈവ് കുത്തിയാണ് നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ കുത്തിയ സാധനം പെൻഡ്രൈവാണ്. ആ പെൻഡ്രൈവിനെ നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അത്തരം സംഭവങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത്? ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ എന്ന് പറയുന്ന സാധനങ്ങൾ വരുന്നത് എന്തൊക്കെയാണ്? അത് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ വരാം, കീബോർഡ് വരാം. അതുമായിട്ട് നമുക്ക് തൊട്ട് നോക്കാനും കണ്ടറിയാനും പറ്റുന്ന കാര്യങ്ങളെല്ലാം ഹാർഡ്വെയർ ആയിട്ട് മാറും. അതിനകത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ. അപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കോഡ് എഴുതി അത് നിങ്ങൾക്ക് അതേ തൊട്ട് നോക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ബൂട്ട് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെയാണോ പ്രോഗ്രാമിൽ എഴുതി വെച്ചേക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കളറായിട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ?